രഞ്ജി ട്രോഫിയിൽ കേരളവും ഗുജറാത്തും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോക്ക് താഴെ നിരവധി നെഗറ്റീവ് കമന്റുകളാണ് വന്നിട്ടുള്ളത്. ഞാൻ ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, രഞ്ജി ട്രോഫി സെമി ഫൈനൽ മത്സരത്തിൽ കേരള ടീം ആദ്യം ഫസ്റ്റ് ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത കേരള ടീം 457 റൺസ് എടുത്തു. എന്നാൽ കേരള ടീമിന് ഈ രഞ്ജി ട്രോഫിയിൽ ഈ ഗുജറാത്തിനെതിരെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ ലീഡ് സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ ഒരു മത്സരം അഥവാ സമനിലയിലോട്ടാണെങ്കിൽ പോവുകയാണെങ്കിൽ പോലും കേരള ടീമിന് അനായാസം ഫൈനലിലേക്ക് പോവാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വീഡിയോ കാണാതെ കുറെ ആൾക്കാർ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളവും ഗുജറാത്തും തമ്മിലുള്ള മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ മികച്ചൊരു ഫൈറ്റ് കേരളത്തിന് നൽകുന്നുണ്ട്. ഇപ്പോൾ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 4 വിക്കറ്റുകളാണ് ഗുജറാത്തിന് നഷ്ടമായിട്ടുള്ളത്. ഇനി ശേഷിക്കുന്ന 6 വിക്കറ്റുകളും നഷ്ടമായി എടുക്കേണ്ടതായിട്ടുണ്ട്. കേരള ബോളർമാർ ഇന്നലത്തെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ വളരെ മോശം പ്രകടനമായിരുന്നു. ആർക്കും ബോളിംഗിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് വളരെ മികച്ച രീതിയിൽ കേരളം ബോളിംഗ് നടത്തുന്നുണ്ട്. ഏതായാലും വലിയൊരു ശുഭപ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. ഇനി അഥവാ ഈ ഒരു മത്സരം ഫസ്റ്റ് ഇന്നിംഗ്സ് കേരളം ലീഡ് സ്വന്തമാക്കുകയാണെങ്കിൽ ഈ ഒരു സെമി ഫൈനൽ മത്സരം സമനിലയിൽ അവസാനിക്കുകയാണെങ്കിൽ കേരളത്തിന് ഫസ്റ്റ് ഇന്നിംഗ്സിന്റെ ലീഡിന്റെ ഇതിനനുസരിച്ച് കേരള ടീമിന് ഫൈനലിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും കേരളവും ഗുജറാത്തും തമ്മിലുള്ള മത്സരത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾ ഈ ചാനൽ വഴി നൽകുന്നതായിരിക്കും.